ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എയർഫോഴ്സുമായി ബന്ധപ്പെട്ടൊരു ഗെയിമാണ്. സ്കൈ വാരിയേഴ്സ് എന്നാണ് ഗെയിമിന്റെ പേര്. ഈ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗെയിമാണ്. ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കാനേ തോന്നും. നമ്മൾ മറ്റുള്ള ആൾക്കാരെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഗെയിം കളിക്കുന്നത്. നമുക്ക് കളിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര്, ഞാൻ വന്നിരിക്കുന്നത് ബ്രസീലിൽ നിന്നാണ്. പ്ലേ ബോട്ട് അങ്ങനെ എന്തുവാണ് എൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീമിൽ 3 ഡിഫൻഡേഴ്സും 3 അറ്റാക്കേഴ്സുമാണുള്ളത്. നമ്മളുടെ പേര് പൈലറ്റ് 3279 എന്നാണ് പേര്. ഓക്കെ ഗൈസ്, നമ്മൾ കളിച്ച് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളിത് തുടങ്ങിയിരിക്കുകയാണ്. വളരെ മുന്നേറുന്ന കാഴ്ച നിങ്ങൾ കാണുക. എന്ത് രസമാണ് കൂട്ടുകാരെ കാണാനായിട്ട്. ഓരോ ആൾക്കാരെ കൊല്ലുമ്പോഴും കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, ഞാനങ്ങനെ ഉദ്ദേശിച്ചതെങ്കിലും തുടക്കം കളിയിൽ തന്നെ നമ്മൾ തോറ്റിരിക്കുകയാണ് ഗൈസ്. അതിലൊന്നും കാര്യമില്ല. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമേ എന്നുള്ള വാക്കാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, നമുക്ക് കളിച്ച് തുടങ്ങാം. അത് വേണ്ട. ഓക്കെ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ആദ്യം ഞാൻ കളിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്തോ കൈ സ്ലിപ്പാവുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഗെയിമിങ്ങിൽ അത്ര വലിയ പ്രോ ഒന്നുമല്ല, ന്യൂബ് തന്നെയാണ്. ന്യൂബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം. എന്തോ എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ എന്താണെന്ന്. തുടക്കം തന്നെ ഇങ്ങനെ ആയല്ലോ. കോഷൻ ഒബ്ജക്റ്റീവ് ഡാമേജ്. നമ്മുടെ മിഷൻ ഡാമേജ് ആയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ഗൈസ്, എന്തോ അലോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തോറ്റാലും ജയിച്ചാലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കും. ഒബ്ജക്റ്റീവ് ഡാമേജ് വീണ്ടും അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അതാണ് കാണിക്കുന്നത് കേട്ടോ. അവന്മാരൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണെന്നറിയത്തില്ല, എന്തോ ഒന്ന് ഉണ്ടാവുകയാണ്. ഐ മീൻ അവരെ കൊല്ലാനുള്ള ഒരു ആർജവം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുകയാണ്. ഓ അതെ അതെ അതെ, കിട്ടിയിരിക്കുന്നു. കിട്ടി. അവൻ ഇപ്പം ചാകും. ഐ മീൻ മരിക്കും. എന്തുവാ വീണ്ടും കോഷൻ ഒബ്ജക്റ്റീവ് ഡാമേജ്. നമുക്കൊന്ന് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ വന്നിരിക്കണം. നമ്മൾ നേർക്ക് വന്നിരിക്കണം. നമുക്ക് അവനെ കൊല്ലണം. ബോട്ട്സിനെ നമ്മൾ കൊല്ലണം. നമുക്ക് കൊല്ലാൻ പറ്റുമോ? കൊന്നിരിക്കുന്നു ഗൈസ്. യെസ്, അങ്ങനെ നമ്മൾ കൊന്നിരിക്കുകയാണ്. നമ്മുടെ ടീമിനെ രക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. ഐ മീൻ മറ്റുള്ളവരെ കൊന്നുകൊണ്ട്. ഈ പ്ലെയിൻ ഭയങ്കര പ്രശ്നമാണ്. ഈ പ്ലെയിനെ കൊല്ലുന്നതാണ് നമ്മുടെ ദൗത്യത്തിൽ ഒന്ന്. ഓക്കെ ഗൈസ്, ഓ അടിപൊളി. എങ്ങനെയെങ്കിലും അവരെ കൊല്ലണം. അതിനു വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. കാരണം നമ്മുടെ ടീമാണ് നമുക്ക് വലുത്. പോയി നമ്മൾ ഡൈവ് അടിച്ച് കളിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അവനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. കൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്ത് പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതെ, സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ ഈ കളി തന്നെ കളിക്കുന്നത് ഗൈസ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, കൊല്ലുക എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, നമ്മൾ ജയിക്കാൻ പോവുകയാണ് ഗൈസ്. 1ാമത്തെ സ്ഥാനം കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളിത് 1ാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. നമ്മൾ കപ്പടിച്ചിരിക്കുകയാണ്. അതും ഞാനാണ് കേട്ടോ 1ാം സ്ഥാനം. പൈലറ്റ്. നമുക്ക് എല്ലാം മാറ്റിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. കണ്ടോ, നമുക്ക് ഓക്കെ ഓപ്പൺ ആവും. നമുക്ക് തുറന്ന് നോക്കാം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. വാവ്, ഡിഫൻസ് ആപ്പ്. പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കത് നോക്കാനുള്ള ആവശ്യമില്ല. എനിക്ക് കളിക്കണം. എനിക്ക് കളിച്ച് കപ്പ് വാങ്ങണം. അതിനാണ് ഗൈസ്, നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കുന്നത്. പൈലറ്റ് 1-3 1 എന്തെങ്കിലും ആവട്ടെ, നമുക്കത് കളിക്കാം. അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ഗ്രേഡ്. ഓക്കെ, വർക്ക്ഷോപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഓരോന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. എല്ലാം അപ്ഗ്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കളിയിൽ കുറച്ചും കൂടെ നന്നായി മുന്നേറാൻ സാധിക്കൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ.
അപ്പോൾ നമ്മൾ ഗെയിം മോഡ് ഓൺ ചെയ്യുകയാണ്, കൺഫേം ചെയ്യുകയാണ്. പിന്നെ ബാറ്റിലേക്കുള്ള തുടക്കത്തിലേക്ക് നമുക്ക് നോക്കുകയാണ് ഗൈസ്. ബാറ്റ് ഓക്കെ മക്കളെ, നമ്മളിത് കളിച്ചു തുടങ്ങാൻ പോവാണ്. ഓക്കെ, നമുക്കിത് കളിച്ചു തുടങ്ങാം മക്കളെ. എന്താണെന്ന് നിങ്ങൾ തന്നെ കാത്തിരുന്ന് കാണൂ. 5 4 3 2 1 go. Locked on target. നമ്മുടെ രണ്ടാമത്തെ കളി തുടങ്ങിയിരിക്കുകയാണ് മക്കളെ. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ജയിക്കുകയെന്ന്. അവർ ജയിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ എനിക്ക്. നമുക്ക് എങ്ങനെയെങ്കിലും അവരെ എല്ലാം തകർക്കണം. എൻ്റെ മോനെ, അവൻ്റെ വലിപ്പം നോക്കിയാ നിങ്ങൾ. ഓ ഓ ഓ അയ്യോ 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 ഓ, ജസ്റ്റ് മിസ്സിനാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പൊട്ടിത്തെറിച്ചാണ് ആദ്യം നടന്നതുപോലെ. എന്തെങ്കിലും ആവട്ടെ. ഓ, വീണ്ടും ഡാമേജ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണല്ലോ. നമുക്കൊന്ന് മൈൻഡ് ചെയ്യണ്ട ഗൈസ്, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കാം. വീണ്ടും ഒബ്ജക്റ്റീവ്. ഓക്കെ ഓക്കെ, നമ്മളൊന്ന് തകർത്തിരിക്കുകയാണ് നമ്മളൊന്ന് തകർത്തിരിക്കുകയാണ് ഗൈസ്. ഓ മോനെ. അപ്പോൾ ഗൈസ് നമുക്ക് ആ സമയം കൊണ്ട് ഡൈവ് അടിച്ച് കളിക്കാം ഗൈസ്. അടുത്തോട്ട് നിന്ന് മാത്രമേ നമുക്ക് വെടിവെക്കാൻ പറ്റുള്ളൂ. എനിക്ക് അപ്പോഴാണ് ആനുകൂലികമായ സാഹചര്യമുള്ളത്. ഓക്കെ ഗൈസ്, പൊങ്ങിയും താന്നൊക്കെ നിൽക്കുകയാണ്. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, വീണ്ടും ഒബ്ജക്റ്റീവ്. ആ ഐലൻഡിലൊന്ന് പോയി നോക്കിയാലോ എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വേണ്ടെന്ന്. നമുക്ക് ഇനിയും ഐലൻഡിലൊക്കെ പോകാമല്ലോ. ആദ്യം ടീമാണ് നമുക്ക് വലുത്. ടീമിനെ നമ്മൾ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഗൈസ്, അവർ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ മുമ്പത്തേക്കാളും. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ സെറ്റായി കളിച്ചാൽ മതി. അവരെ കാര്യം നോക്കണ്ട നമുക്ക്. കോഷൻ കാണിക്കുകയാണല്ലോ. അയ്യോ അയ്യോ അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞേ എല്ലാം പോവേണ്ടി വരുമെന്ന്. ഇപ്പതാ പോവേന്ന് തോന്നുന്നു. നമ്മൾ എല്ലാത്തിനെയും കൊന്നിരിക്കുന്നു. നമ്മളായിരിക്കും ഒന്നാം സ്ഥാനം. Our next attack. അങ്ങനെ നമ്മൾ അടുത്ത കളിയും ജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. രണ്ടാമത്തെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അടുത്ത ലെവലിലേക്ക് കടക്കാം. ഓ, ഇത് മരുഭൂമി വെച്ചാണല്ലോ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് കളി ജയിച്ചാൽ മതിയല്ലോ. നമ്മൾ ഈ കളിയിൽ ജയിക്കുമല്ലോ. നമുക്ക് തകർക്കാം ഓരോന്നായിട്ടും. ഓക്കെ, എപ്പോഴൊക്കെ അനുകൂലമായ സാഹചര്യം വന്നാലും നമുക്ക് അതെല്ലാം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഗൈസ്, ഒരു പ്രശ്നമുണ്ട് കേട്ടോ. മിക്കവാറും ഞാൻ തോക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അവന്മാർ ഒരുപാട് തവണ കാണിച്ചായിരുന്നു. That's out, team. Mission failed. പറഞ്ഞതുപോലെ തന്നെ അവര് തന്നെ ജയിച്ചു. എങ്കിലും സാരമില്ല ഗൈസ്, നമുക്ക് കളിക്കാൻ നല്ല പോലെ. പെർഫെക്റ്റ് മേക്ക് മാൻ പ്രാക്ടീസ് എന്നാണല്ലോ. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പൊ നമുക്കത് യൂസ് ചെയ്യാം. Coordinates received. Starting mission. ഗൈസ്, ഞാൻ പറഞ്ഞില്ല, ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കാനുള്ള ശ്രമം നടത്തിയാൽ മതി. ശ്രമിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഓരോന്നിട്ട് തോൽപ്പിക്കാം. അവന്മാരൊക്കെ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും സാരമില്ല, നമ്മൾ അവരെ ആരും തുരത്തിയിടിക്കും. തുരത്തിയിരിക്കും. ആഹാ, ഒബ്ജക്റ്റീവ് ഡാമേജ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ തുരത്തിയിരിക്കും. ഓക്കെ ഗൈസ്, വളഞ്ഞിട്ട് ആക്രമിക്കും.
എന്നാലും കുഴപ്പമില്ല, നമ്മൾ തുരത്തിയിരിക്കും. ആ കിട്ടിയല്ലോ, കിട്ടിയില്ല, ചോദിച്ചു മേടിച്ചു. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ അത് ഓർത്തില്ല. ഞാൻ അത് ഓർക്കാതെയാണ് അവൻ്റെ ദേഹത്ത് പോയത്. അങ്ങനെയല്ല, പ്ലെയിനിൻ്റെ അടുത്തോട്ട് പോയത്. ഗായ്സ്, എനിക്ക് തോന്നുന്നു നമ്മൾ തോറ്റെന്ന്. എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നത്, കാരണം ഞാൻ ഒന്നും That's out, team. Mission failed. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തോറ്റിരിക്കുകയാണ് ഗൈസ്. എങ്കിലും സാരമില്ല. അയ്യോ, നമ്മൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. അയ്യോ അങ്ങനെയല്ല, നമ്മളെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, ജയിച്ചാലും തൊട്ടുള്ള ഒരു കുഴപ്പവുമില്ല. Air wing reporting in. Defend the area. ഇത് നടക്കുന്നത് മൗണ്ട് ഫുജി പോലത്തെ ഒരു അഗ്നിപർവ്വതമുള്ള സ്ഥലത്താണ് ഗായ്സ്. എന്റെ മനസ്സ് പറയുന്നത് ഇതിൽ നമ്മൾ ജയിക്കുമെന്ന്. കാരണം നമ്മൾ 2 തവണ തോറ്റിരിക്കുകയാണ്. 2 ജയവും 2 തോൽവിയുമാണ്. അത് നമുക്ക് എങ്ങനെയെങ്കിലും 3 ആക്കി മാറ്റണം. 3 ജയവും 2 തോൽവിയും. തോൽവിയിലൊന്നും കാര്യമില്ല. ഓക്കെ ഗൈസ്, എന്റെ കൈ നിൽക്കുന്നില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനിത് എന്താ പറയാ, എന്തായാലും ആവട്ടെ. അഗ്നിപർവ്വതത്തിന്റെ ആ ഒരു എഫക്റ്റ് നോക്കിയാൽ നമ്മൾ ചത്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നശിച്ചിരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, കളിച്ചുകൊണ്ടിരിക്കാം. എന്റെ മനസ്സ് പറയുന്നത് ഡൈവ് അടിക്കാം. കാരണം നല്ല സ്ഥലമാണ് ഗൈസ്, നല്ല വ്യൂ ആയിരിക്കും. നമ്മൾ ഡൈവ് അടിച്ച് കഴിഞ്ഞാൽ ചെയ്ത് കഴിക്കാമല്ലോ. 2-3 വെടികൾ വിട്ടിട്ട് നമുക്ക് ഡൈവ് അടിക്കാം. അണ്ണാച്ചി വെടികൾ വിടുമ്പോ കൈ തെന്നി പോകുന്നു. ഗൈസ്, നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. കണ്ടോ, ഞാൻ ഡൈവ് അടിച്ച് മാസിലെ തലയുടെ പറക്കുന്നേ. നമ്മൾ കാണുന്ന പോലെ നല്ല പാടൊന്നുമല്ല, അങ്ങനല്ല, മീഡിയമാണ് ഗൈസ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് കളിക്കുന്നുണ്ടായിരിക്കും. കണ്ടോ ഗൈസ്, ഡൈവ് അടിച്ച് കളിക്കാൻ കിട്ടിയ അടിച്ച് നമ്മൾ മുതലാക്കണം. എന്തെങ്കിലും നമുക്ക് അവനെ കൊല്ലണം. ഒബ്ജക്റ്റീവ് ഡാമേജ്ഡ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ ഒരു കളി കൂടെ കഴിഞ്ഞാൽ ഞാനിത് ഫിനിഷ് ചെയ്യും ഗൈസ്. അതിനുശേഷം നിങ്ങൾക്ക് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയുള്ള ലെവലൊക്കെ ടഫായിരിക്കും, അതാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഇതും ടഫ് തന്നെയാണ്, അങ്ങനെ കുറച്ചും കൂടെ ടഫായിക്കൊണ്ടിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ജയിച്ചിരിക്കാം. ഫൈനലി ഗൈസ്, നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 3rd സ്ഥാനമാണെങ്കിൽ പോലും നമ്മൾ ടീമിന് വേണ്ടി കളിച്ചു, നമ്മൾ ജയിച്ചു. ഗൈസ്, ഇതേപോലെ ഇനിയും കളികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള ഇനിയും കളികളും ഇനിയും വരും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.